ഏഞ്ചല് ഈ സാക്ഷ്യം കേട്ടുകൊണ്ട് കിടക്കിയിരുന്നു. വേദന അവളെ കുത്തി വേദനിപ്പിച്ച് കിളച്ച് മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദനയെങ്കിലും ഒന്ന് കുറയാൻ വേണ്ടി ഏഞ്ചല് മാതാവിനോട് പറയും, അമ്മേ, എത്ര പേർക്ക് സ്വപ്നം കാണുന്ന അമ്മ, എത്ര പേര് അമ്മയെ സ്വപ്നം കാണുന്നു. ഉടമ്പടിയുടെ ഏറ്റവും വലിയ നമ്മളിപ്പോൾ ഈ കാലം ഉടമ്പടി ഇങ്ങനെ മൂത്ത് റൈപ്പായി വന്നൊരു കാലഘട്ടമാണിത്. അപ്പോൾ അമ്മ നേരിട്ട് വരികയും സംസാരിക്കുകയും സ്വപ്നം കാണുകയും വഴി പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രാർത്ഥനാ രൂപത്തിൽ ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടോണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അതായത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കേൾക്കണത്. അപ്പോൾ ഏഞ്ചൽ അമ്മയോട് പറയും, അമ്മേ, എനിക്ക് ആരുമില്ല, എൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഞാൻ ജീവിക്കുമോ, എനിക്ക് പരീക്ഷ എഴുതി, എനിക്കൊരു ജീവിതം ഉണ്ടോ എന്നൊക്കെ അമ്മയോട് കിടന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കും. അപ്പോൾ എത്ര പേർക്ക് അമ്മ സ്വപ്നത്തിൽ രക്ഷപ്പെടാമെന്ന്. എനിക്കൊരു അടയാളം തരാൻ പറയും, എനിക്ക് ജീവിക്കണ്ടേ, ജീവിക്കും. കാര്യം എൻ്റെ കാലം അനങ്ങുന്നില്ല, ശരീരം മരവിച്ചു എന്നു. അന്ന് രാത്രിയാകുമ്പോൾ ഒരു 3 മണിയാകും. 3 മണിയാകുമ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ ഒരു സ്ത്രീ വരും. എന്നിട്ട് ഇവളുടെ കയ്യെ കയറി പിടിക്കും, എഴുന്നേക്കാൻ പറയും. എഴുന്നേക്കാൻ പറയുമ്പോൾ അവൾ പറയും, എനിക്ക് എഴുന്നേക്കാൻ പാടില്ലെന്ന് പറയും. എനിക്ക് എഴുന്നേക്കാൻ പാടില്ല, പറ്റത്തില്ല, ഭയങ്കര വേദനയാണ്. ഉടനെ ഞാനല്ലേ പറയണത്, മറ്റുള്ളവരുടെ മുമ്പിൽ, യുവാക്കന്മാരുടെ മുമ്പിൽ, യുവതികളുടെ മുമ്പിൽ നിന്നെ ഞാൻ സാക്ഷിയാക്കും, നീ എഴുന്നേക്കാൻ പറയും. ഉടനെ എഴുന്നേക്കും. എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. എത്രയോ ദിവസങ്ങളായ പാവം എഴുന്നേറ്റിട്ട്. അവളിങ്ങനെ എഴുന്നേറ്റ് രാത്രി ഇങ്ങനെ പയ്യെ ഇങ്ങനെ അവൾ പറയുന്നുണ്ട് അതിനകത്ത്, അതായത് ഞാനിങ്ങനെ സോഡിയം കുറഞ്ഞു പോയ ആൾക്കാരെ പോലെ ഇങ്ങനെ പാറ്റി പോകണം കണ്ടപ്പോൾ എൻ്റെ അമ്മ താഴെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. എൻ്റെ അമ്മ ചാടി എഴുന്നിട്ട് എൻ്റെ വേറെ ഏഞ്ചൽ എവിടെ പോണ് എന്ന് പറഞ്ഞുകൊണ്ട് കയറി കയ്യെ പിടിക്കും. അപ്പോൾ ഏഞ്ചൽ പറയും, അമ്മ, എൻ്റെ കയ്യെ പിടിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയാണ്, പരിശുദ്ധ അമ്മയാണ്, എന്നോട് നടക്കാൻ വേണ്ടിയിട്ട് അമ്മ എൻ്റെ കൂടെ നടക്കുകയാണ്. ഉടനെ പറയും, എൻ്റെ പെറ്റമ്മയും പരിശുദ്ധ അമ്മയും എൻ്റെ ഇടവും വലവും പിടിച്ചുകൊണ്ട് എന്നെ ആശുപത്രിയിൽ നടത്തി തിരിച്ചു കൊണ്ടുവന്ന് കിടത്തി. പിറ്റേ ദിവസം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ പോകുന്നു, ഞാൻ സുഖപ്പെട്ടു. രാത്രി ഞാൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു, അമ്മ വന്നിട്ടുണ്ടായിരുന്നു, എന്നെ കണ്ടു, എന്നെ കൈപിടിച്ചു, എന്നെ കൈപിടിച്ച് നടത്തിയെന്ന്. ശ്രുതികട ഹല്ലേലൂയ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ഇതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃപാസനം ആധ്യാത്മികത ഈ തലമുറയോടുള്ളൊരു പ്രതികാരമാണ്. കാരണം ഞാൻ അച്ഛനായ കാലം മുതൽ ഇങ്ങനെ യേശു ഏകരക്ഷകൻ എന്നുള്ള ബൈബിളിൻ്റെ അടിസ്ഥാന വെളിപാട്, അതിൻ്റെ പേരിൽ ദൈവം നമുക്ക് മധ്യസ്ഥരായി തന്ന വിശുദ്ധന്മാരെയും സർവോപരി ലോകത്തിന് യേശുവിനെ നൽകിയ അമ്മയെപ്പോലും നിഷേധിച്ചുകൊണ്ട് നമ്മുടെ സഭാതലങ്ങളിൽ പോലും ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴെന്നാ പറ്റിയിരിക്കണത്? അതിനെല്ലാം എതിരെയുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിവാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയിലുള്ള അനുഭവത്തിലൂടെ യേശുവിനെ കണ്ടെത്തി ജീവിക്കുന്ന സാക്ഷാത്മാത്മകതയിലേക്ക് കേരള സഭയെയും ലോകസഭയെയും ദൈവം തിരികെ കൊണ്ടുവരികയാണ്. ശ്രുതികട ഹല്ലേലൂയ. വാഗ്ദാന പേടകമേ, സ്വർഗീയ ഉന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദം പരമാതാവേ, വാഗ്ദാന പേടകമേ, സ്വർഗീയ ഉന്മലരേ, കൃപാസനത്തിൻ്റെ
പ്രസാദ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏഞ്ചലിൻ്റെ മനസ്സിൽ അന്ന് അവളുടെ കൈപിടിച്ച രാത്രിയിലെ അമ്മ ചെവി പറഞ്ഞൊരു സത്യമുണ്ട്. നിന്നെ ഞാൻ ഈ കട്ടിലിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരുന്നതിൻ്റെ കാരണം ഉടമ്പടി എടുത്തിട്ട് അത് പാലിക്കാതെ അതിൻ്റെ അനുഗ്രഹവും ആനുകൂല്യം കൈപ്പറ്റാതെ വിശ്വാസം തണുത്തുപോയ ആൾക്കാരെ നിന്നിലൂടെ തിരികെ വിളിക്കാനാണെന്ന് കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് ഇതാണ്. യോഹന്നാൻ 15:7 എന്താണ്? യോഹന്നാൻ 15:7 എന്താണ്? എൻ്റെ വചനം എന്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. അപ്പം ഇഷ്ടമുള്ളത് ചോദിക്കാമെന്നുള്ളത് നമുക്കറിയാം. ഉടമ്പടി എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു ദിവസം 10 സാക്ഷ്യമാണ് ഇപ്പോൾ അപ്പ് ചെയ്യണത്. 10-20 സാക്ഷ്യങ്ങൾ 25 സാക്ഷ്യങ്ങളിൽ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ 10 അപ്പ് ചെയ്യും. അപ്പോൾ 10 അപ്പ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഓൾ സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്നുണ്ട്. കടം, ജോലി, ജപ്തി, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, വീട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾക്ക് ആവശ്യമായ അഭിഷേകം. ആൻസി കുമ്പളങ്ങിയാണ്. അപ്പം ആൻസി കുമ്പളങ്ങിയുടെ സാക്ഷ്യത്തിൻ്റെ സ്റ്റോറി നിങ്ങൾ മനസ്സിലാക്കണേ. ആൻസി കുമ്പളങ്ങി എന്ന് നമ്മുടെ നാട്ടുകാരിയാണ്. അവർ കല്യാണം കഴിച്ച് വിട്ട ആളാണ്. പക്ഷേ അവളെ കല്യാണം കഴിച്ച് വിട്ടതിന് ശേഷം അവളുടെ വീട്ടിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, ആങ്ങളയുണ്ട്. ആങ്ങള കല്യാണം കഴിച്ചതാണ്. അപ്പം 4 പേരുണ്ട്. പക്ഷേ എന്നാ പറ്റിയ ആങ്ങള മദ്യപാനം തുടങ്ങി. അപ്പോഴത് രാത്രിയും പകലും കുടിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എന്താ, കുടി വന്നു കഴിഞ്ഞാൽ വെളി ഉണ്ടാകത്തില്ലല്ലോ. ജീവിതത്തെക്കുറിച്ച് വെളിവില്ല, വരുമാനമില്ല, ജീവിക്കാൻ മാർഗമില്ല. ഭാര്യ വഴക്കിട്ട് പോയി. എവിടെയാണെന്ന് ആർക്കും അറിയാൻ പാടില്ല. ആ രീതിയിൽ പോയി കളഞ്ഞ്. പിന്നെ എന്നാ സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ അടുത്ത ദുരന്തം. അപ്പോൾ ഒരാൾ കുടുംബത്തിൽ നിന്ന് തകർന്നാൽ മൊത്തം തകരുവേ. അടുത്ത ദുരന്തം എന്താ? അടുത്ത ദുരന്തം വീടിന് ജപ്തിയായി. അപ്പോൾ വരുമാനം ഇല്ലാതെ കടമയുടെ ജീവിച്ചു കഴിഞ്ഞാൽ വീട് പിന്നെ പണയം വെക്കുമ്പോൾ ജപ്തിയായി കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും രോഗിയാണ്, വീട് ജപ്തിയുമാണ്. ആങ്ങള വെള്ളമടിച്ച് നാട്ടിൽ കറങ്ങി നടക്കണം. ഇപ്പം ആങ്ങളെയും കാണാനില്ല. അപ്പം ജീവിതം പോണ പോക്കുണ്ടല്ലേ, അങ്ങ് ജീവിതം മുങ്ങിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ ആൻസി വന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഈ ആങ്ങള മദ്യപാനം ഉപേക്ഷിക്കണം. അമ്മയ്ക്ക് മാനസിക രോഗമായിരുന്നു. ആങ്ങള മദ്യപാനം ചെയ്ത് വീട് വിട്ട് ഇറങ്ങി. ആങ്ങളുടെ ജീവിതം തീർന്നപ്പോൾ അതിൻ്റെ വ്യസനം തലക്കടിച്ചിട്ട് അമ്മ ആൻസി പറയണത്, ഞാൻ വീട്ടിൽ ചെന്നിട്ട് പോലും അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല. ഇരുട്ടത്ത് കുത്തിയിരിക്കണ കണ്ട് അമ്മയ്ക്ക് എന്നെ നിങ്ങളൊന്ന് നോക്കി ആ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ട. മകൾ കയറി ചെന്നിട്ട് അമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ എന്തൊരു മാനസിക അവസ്ഥയായിരിക്കും. അതിനിടക്കാണ് വീടിന് ജപ്തി വരണത്. പിന്നെ ജപ്തി എന്ന് വെച്ചാൽ അവർ ഈ ആൻസർ തന്നെ ഭർത്താവുമായിട്ട് ആലോചിച്ച്, ഭർത്താവ് നല്ല ഭർത്താവാണെന്ന് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞ് നമുക്ക് കടമൊക്കെ മേടിച്ചാലും വീട് വിട്ട് അവർ ഇറങ്ങിപ്പോയാൽ ശരിയാകത്തില്ലല്ലോ. അപ്പോൾ വീട് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് കടം മേടിച്ചാലും ജപ്തി പരിഹരിക്കാം. കാര്യം അവർ രണ്ടുപേരും ദിവസകൂലി പണിക്കാരാണ്, അല്ല വലിയ പണക്കാരല്ല, ദിവസകൂലിയായിട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവർക്ക് മനസ്സുള്ളത് കാരണം അപ്പനും അമ്മയും അവിടെ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് പോകാതിരിക്കാൻ വേണ്ടി അവർ കടം മേടിച്ച് ജപ്തി ഒഴിവാക്കി കൊടുത്ത്. പക്ഷേ ജപ്തി ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അടുത്ത കുരിശു തന്നെ. എന്നാ കുരിശു വന്നത്? ഭയങ്കര പ്രളയം വന്ന്, മഴ പെയ്ത് ഭയങ്കര പ്രളയമായി, വീടൊടിഞ്ഞു പോയി.
വീട് പഴയ വീടായിരുന്നു, അത് ഇടിഞ്ഞു പോയിട്ട് അപ്പനും അമ്മയും അകത്തായിപ്പോയി. ഇവർ മരിച്ചില്ല. ഇവർ രണ്ടുപേരും കൂടി ചെന്ന് അപ്പനെയും അമ്മയും പുറത്താക്കിയിട്ട് പോയി ഒരു വാടക വീട് കണ്ടുപിടിച്ച് അപ്പനെയും അമ്മേനെയും വീട്ടിലോട്ട് മാറ്റി. അപ്പോൾ ഈ ഉടമ്പടി എന്നിട്ട് ഈ ഉടമ്പടി നമുക്ക് ഉടമ്പടിയിലൂടെ പോകുമ്പോഴാണ് വീടൊക്കെ ഒടിഞ്ഞ് വീഴണം നോക്കണം. പക്ഷേ ഇവർ പരാജയപ്പെടാൻ തയ്യാറല്ല. അവരെ പ്രത്യക്ഷീണ പ്രാർത്ഥനയും ചൊല്ലി അതിനിടയ്ക്കുള്ള ഉടമ്പടിയുടെ നിങ്ങളിപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്, എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ. അപ്പോൾ വചനം നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണത്. അത് ഓർത്തേക്കണം. നിങ്ങൾക്ക് വേറെ പണിയില്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വചനം നിലനിൽക്കണം എന്താണ്? ഒരു വചനം. നിങ്ങൾ ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ പ്രസംഗിക്കാൻ നമുക്ക് ചാതുര്യമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കൃപാസനം പത്രം മേടിച്ച് കൊടുക്കണത്. അപ്പോൾ വചനം നിവൃത്തിയാക്കുകയാണ്. എന്താ കാര്യം? നമ്മൾ വചനത്തിൽ നിലനിന്ന് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ചോദിക്കാമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ഓർക്കണം, ഈ ഉടമ്പടിയുടെ മെയിൻ സംഭവം പ്രേക്ഷിത പ്രവർത്തനമാണ്. അല്ലാതെ പ്രത്യക്ഷ പ്രാർത്ഥന മാത്രമല്ല, പ്രേക്ഷിത പ്രവർത്തനമാണ് ഇതിൻ്റെ സംഭവം. അതിൻ്റെ ഇവാഞ്ചലേഷൻ പ്രവർത്തനം, അതായത് ക്രിസ്തു ക്രൂശിക്കപ്പെട്ട സാഹചര്യം, അത് ലോകത്തിന് പാപത്തിന് പരിഹാരമായിട്ടാണ്. അപ്പോൾ മനുഷ്യൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടുന്നെങ്കിൽ സുവിശേഷത്തിൽ അവൻ വിശ്വസിക്കണം. അപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ അവൻ യേശുക്രിസ്തു നാമത്തെ അനുതാപപ്പെടണം. അപ്പോൾ അനുതാപമാണ് പ്രഘോഷിക്കപ്പെടേണ്ടത്. അത് ഭൂമിയുടെ അതിർത്തി വരെ അനുതാപം പ്രഘോഷിക്കപ്പെടാൻ വേണ്ടിയാണ് സുവിശേഷം പ്രഘോഷിക്കുന്നത്. സുവിശേഷത്തെ വിശ്വസിക്കാനാണ്. സുവിശേഷം വിശ്വസിക്കണത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് അവർ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ വചനം, അങ്ങയുടെ നാമം ലോകത്തിന് കൈമാറിക്കൊണ്ട് അവരുടെ പാപക്കറകളിൽ നിന്ന് യേശു നാമത്തിലെ അവർ അനുദപിച്ചുകൊണ്ട് യേശു നേടിയെടുത്ത നിത്യജീവനിലേക്കും കൃപകളിലേക്കും മനുഷ്യരാശിയെ ശുദ്ധീകരിക്കുന്നതിനായി സുവിശേഷത്തിന്റെ ഉപകരണമാക്കി എന്നെ അഭിഷേകം ചെയ്യണമേ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് ഈ സുവിശേഷം കൈമാറ്റപ്പെടണം, വചനം ആൾക്കാർ വിശ്വസിക്കണം, വിശ്വസിച്ച് യേശുനാമത്തിൽ പാപക്ഷമ സ്വീകരിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണത്. നമ്മുടെ ആഗ്രഹമല്ലത്. ഈ ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവം ഏറ്റവും കൂടുതൽ വേദനിക്കുകയും വ്യഗ്രത കൊള്ളുകയും വിഷമിക്കുകയും ചെയ്യുന്നൊരു വിഷയമാണ് ലോകം ഈശോയെ സ്വീകരിക്കുക എന്നുള്ളത്. ആ ദൈവത്തിൻ്റെ ഒരു വിഷമം ആർക്കാണ് വിഷമമായി തീരണത്? അവരാണ് ദൈവത്തിൻ്റെ വേലക്കാരായിട്ട് മാറണത്. അത് ആർക്കും ആകാം. നിങ്ങളീ പത്രം കൊടുക്കുമ്പോഴേ, ഇപ്പോൾ ആൾക്കാരൊക്കെ പത്രം കൊടുക്കുമ്പോൾ എന്താ ചെയ്യണമെന്നറിയാവോ? ഞാൻ ഇന്ന് വെളുപ്പിന് ഒരു സാക്ഷ്യം വായിച്ചു. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ 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 അഭിഷേകത്താൽ നിറയ്ക്കണമേ യേശുവേ. കൈമാറുവാനായിട്ടുള്ള അഭിഷേകം ഞങ്ങളിൽ നിറയ്ക്കണമേ യേശുവേ. ആരാധന ആരാധന. ആ സാക്ഷ്യത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ചേച്ചിയാണ്, ഇടുക്കിയിലൊരു ചേച്ചിയാണ്, പേര് ഞാൻ മറന്നുപോയി. അവരുടെ ഇന്നലെ മറ്റേ പറഞ്ഞ സാക്ഷ്യമാണത്. അവരുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, അവർ ഏലത്തോട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു മോൾ അവിടെ ഈ സാക്ഷ്യം ഇങ്ങനെ മൊബൈലിൽ തുറന്ന് വെച്ചുകൊണ്ട് വരും. നമ്മുടെ സ്ഥിരം പരിപാടിയാണ് സാക്ഷ്യം കേട്ടുകൊണ്ട് നടക്കുക. ഈ മനുഷ്യന്മാരൊക്കെ മാറിപ്പോയി. ഇപ്പോൾ അവളതിന് ഏലത്തോട്ടത്തിൽ പണി ചെയ്യാൻ വരുമ്പോൾ ഈ സാക്ഷ്യം ഓപ്പൺ ചെയ്ത് വെക്കും. അപ്പോൾ ഏലത്തോട്ടത്തിൽ പണി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവരോട് ചോദിക്കും, മകളെ ഇത് എവിടെ നിന്നാണ്, ഏത് മാതാവാണ് എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും ആലപ്പുഴ മാതാവാണ്. അത് നമുക്കറിയാവുന്ന ഭാഷ പറയും. പക്ഷേ ജനങ്ങളിത് വിശ്വസിക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇവളുടെ ശരീരത്ത് മുഴുവൻ വെള്ളപ്പാണ്ടായിരുന്നു. വേദനയുള്ള വെള്ളപ്പാണ്ടുകൾ ഇവളുടെ ജീവിതത്തിൽ പെങ്കൊച്ചല്ലേ. അപ്പോൾ അവളുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു മരണകരമായ വേദന അനുഭവിക്കുന്ന വിഷയമാണിത്. ഇവൾ ഇങ്ങനെ ഒരു പത്രം കിട്ടി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് അമ്മയെ നേരിട്ട് കണ്ട്, കാശുണ്ടായിട്ട് വന്നല്ലേ, അവിടെ നിന്നൊക്കെ വരണമെങ്കിൽ വലിയ പാടാ. അമ്മയെ കണ്ടിട്ട് പറഞ്ഞു, അമ്മേ എൻ്റെ വെള്ളപ്പാണ്ട് മാറ്റണം, വേറെ ഒന്നും എൻ്റെ ജീവിതത്തിൽ കിട്ടിയ കുഴപ്പമില്ല, കരിക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല. അപ്പോൾ അവൾ ഉടമ്പടി എടുത്ത് ഉപ്പും ഉടമ്പടി തൈലം കൂടി തേച്ച് ഇവിടെ വെള്ളപ്പാങ്ങണ്ട് സെക്കൻഡുകൾക്ക് മായാൻ തുടങ്ങി. അപ്പോൾ എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇത് മറ്റുള്ളവർ കണ്ട്
ഏലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന വേറെ ആൾക്കാർ ഇത് കണ്ട്, അപ്പോൾ പിന്നെ അവർ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ഈ സുവിശേഷം പ്രചരിക്കുന്നത്? അപ്പോൾ ഒരു മകളിലൂടെ ഇപ്പം നിങ്ങൾ എന്നിട്ട് വേറെ ഒരു ചേച്ചി ഇത് കേട്ടിട്ട് പറഞ്ഞ്, അമ്മേ, അപ്പം അവളുടെ വീട്ടിൽ കുറേ പ്രശ്നം. കാര്യം അവർ മകൾക്ക് ജർമ്മനി പോകണം, പക്ഷെ അവൾ പഠിച്ചിട്ടും തലയിൽ കയറണില്ല, പോകാനുള്ള പരീക്ഷയ്ക്ക് തോറ്റും പോണ പോലെ അവൾക്ക് ആത്മവിശ്വാസമില്ല. അപ്പോൾ ഈ സാക്ഷ്യം കേട്ടിട്ട് ചേച്ചി പറഞ്ഞ്, ഞാനൊരിക്കൽ അമ്മയെ പോയി കാണും. അപ്പോൾ ആൾക്കാരൊക്കെ ഇപ്പോൾ പറയണത് അമ്മയെ പോയി കാണുമെന്നൊക്കെയാണ് പറയണത്. കാര്യം ഇന്ന് വെളുപ്പിന് വേറെ ഒരു സാക്ഷ്യം കേട്ട്. ശ്രുതികട ഹല്ലേലൂയ. അത് രമ്യ കൃഷ്ണനാണ്. രമ്യ കൃഷ്ണൻ്റെ സാക്ഷ്യം എന്ന് പറയണത്, രമ്യ കൃഷ്ണൻ പ്രഗ്നൻ്റ് ആണ്. പക്ഷെ അവളുടെ മകൾക്ക്, മൂത്ത മകൾ 3.5 വയസ്സുള്ള കുഞ്ഞുണ്ട്, അവൾക്ക് ഹാർട്ടിൻ്റെ അസുഖമായിട്ട് അവളെ ഈ ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോയി. RCC ക്യാൻസറായിട്ട് RCC കൊണ്ടുപോയി. അപ്പോൾ കുഞ്ഞ് ഒറ്റക്ക് പോയത് കാരണം ഈ ഗർഭിണിയായി ഇവർക്ക് പോകാൻ പറ്റണില്ല. ഒന്ന് നോക്കിയാൽ ഓരോ മനുഷ്യന്മാർ വിഷമിക്കണ വിഷമം കണ്ടില്ലേ? അവൾ ഗർഭിണിയായത് കാരണം 4-5 മാസം പറ്റിയാണ്. അവിടെ ഈ സങ്കടപ്പെട്ട് കുഞ്ഞിൻ്റെ കൂടെ പോകാൻ പറ്റാത്തതുകൊണ്ട് അവൾക്കാണെങ്കിൽ കുഞ്ഞിനാണെങ്കിൽ ഗുരുതരമായ അസുഖമാണ്. ചിലപ്പോൾ തിരിച്ച് കുഞ്ഞ് വരത്തില്ല. അത് ഈ അമ്മയ്ക്കറിയാം. ചങ്കക്കൊണ്ട വിഷയമാണിത്. അപ്പോൾ ഈ കുഞ്ഞ് പോകണമെന്ന് നോക്കി കണ്ണീരോടെ കൈയും കാണിച്ചോടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ പോയി അവിടെ അഡ്മിറ്റായി അവൾ ഐ സിയിലാക്കി. ഒരു ദിവസം അവരുടെ അസുഖം പെരുത്ത്. പിന്നെ ഗർഭം ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ല, കുഞ്ഞിനെ കാണേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പെടച്ചല്ലി എറണാകുളത്ത് നിന്നിട്ട് അവിടെ ഇതിലേ പോയപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് നേരെ വന്ന് അമ്മയെ കണ്ട്. എന്നിട്ട് പൊട്ടിക്കരഞ്ഞ്, എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് ഞാൻ പോവുകയാണ്, ഞാൻ പോയിട്ട് എന്ത് കാര്യം, നീ വരാതെ നീയും കൂടി വരണേന്ന് പറഞ്ഞുകൊണ്ട് പോയി. എൻ്റെ ദൈവമേ, ആ സാക്ഷി നിങ്ങൾ കേൾക്കണം. പിന്നെ അമ്മ ഇവളുടെ കൂടെ പോകും. ആ കുഞ്ഞിനെ വീണ്ടെടുക്കേണ്ട സംഭവം ഉണ്ട്. ശ്രുതികട ഹല്ലേലൂയ. അതായത് എന്ന് വെച്ചാൽ ഇപ്പം ആൾക്കാരൊക്കെ സംസാരിക്കണത് നേരിട്ട് സംസാരിക്കുക, നമ്മൾ ഈ മനുഷ്യന്മാരെ പോലെ നമ്മളുടെ കൂടെ വരിക, ഇതൊക്കെ ഇപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാകണത്. എത്രയോ പ്രാവശ്യം കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്നൊക്കെ, എന്നിട്ട് ഈ മനുഷ്യന്മാരാരും വിശ്വസിച്ചില്ല. ദൈവത്തിന് നമ്മുടെ കൂടെ വന്ന് നമ്മളെ സന്ധിക്കാനുള്ള കൊതിയാണ് അമ്മരൂപമായിട്ട് മാറണത്. അതാണ് അമ്മ പറയണത്, ഈശോ പറയണത്, ഇതാ നിൻ്റെ അമ്മയെന്ന്. ഈശോ തന്നെയാണ് അമ്മയിലൂടെ പ്രവർത്തിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ. അപ്പോഴേ നമ്മൾ ആ ഇടുക്കിയിലെ സാക്ഷിയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട ഒരു ചേച്ചി, ആ ചേച്ചിയുടെ മോൾക്ക് ഇതുപോലെ പഠന തകർച്ചയാണ്, പ്രൊഫഷൻ തകർച്ചയാണ്. അപ്പോൾ അവർ നോക്കിയിട്ട് അവിടെ മുമ്പിൽ മാർഗമൊന്നുമില്ല. അപ്പോൾ അവർ പറയണത്, എനിക്കും ഒരു ദിവസം അമ്മയെ പോയി കാണണം, എൻ്റെ മകളുടെ കാര്യങ്ങൾ പറയണം. പക്ഷേ എന്നിട്ട് അവരെന്നാ ചെയ്ത്, അവർ പറഞ്ഞ് നാളെ മുതൽ ഞാനും ഏലത്തോട്ടത്തിൽ പണിക്ക് വരാം, എൻ്റെ കാശില്ല, ആലപ്പുഴ വരാൻ കാശില്ല, അതുകൊണ്ട് ഞാനും ഏലത്തോട്ടത്തിൽ പണിക്ക് വരാം. ഇപ്പോൾ ഏലത്തോട്ടത്തിൽ പണിക്ക് ചെന്ന് ഒരാഴ്ച കഴിയപ്പോൾ അവർക്ക് 4000 രൂപ കിട്ടി. ആ 4000 രൂപയും കൊണ്ട് അവരിവിടെ വരും, അമ്മയെ കാണും, ഉടമ്പടി ചെയ്യും. പിന്നെ ഉടമ്പടിയിൽ ഇവരെന്താ ചെയ്യുന്ന, ആദ്യ കാലങ്ങളിൽ ഇവർക്ക് ഉടമ്പടിയിൽ ഇവർ പത്രം കുറച്ചൊക്കെ കൊടുക്കും, കുറച്ച് കൊടുക്കത്തില്ല. മകളും കുറച്ച് കൊടുക്കും, കുറച്ച് കൊടുക്കത്തില്ല. എന്നിട്ട് അത് കാര്യമായിട്ട് എടുത്തില്ല അവർ പത്രം കൊടുക്കണത്. കാര്യം അതിൻ്റെ തന്നെ കാര്യം ഇരിക്കണത്. ശരിക്കും പറഞ്ഞാൽ സുവിശേഷം കൈമാറ്റത്തിലാണല്ലോ കാര്യം ഇരിക്കണത്. ദൈവത്തിൻ്റെ കാര്യം ഇരിക്കണത്, ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾക്ക് മാത്രം പ്രയോജനമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും, പ്രത്യക്ഷത്തിന് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കും. ഇവിടെയാണ് ആൾക്കാർക്ക് പറയണത്, ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ദൈവം പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു, ആ കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് ഒന്നും കൊടുക്കത്തില്ല. ഇത് അവർ ഈ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അങ്ങനെ ഇരിക്കും. അത് തന്നെ പരിപാടി. അങ്ങനെ കുറച്ച് ചെയ്യാതെ ഇവരുടെ ഉടമ്പടി ശരിക്കും ഫ്രൂട്ടാകുന്നില്ല. അപ്പോൾ പിന്നെ വീണ്ടും ഇന്ന് ഉടമ്പടി പുതുക്കണമല്ലോ. പുതുക്കാൻ നേരത്തെ പിന്നെ കുഞ്ഞിന് പരീക്ഷയായി. അപ്പോൾ അവൾ എറണാകുളത്ത് വന്നപ്പോൾ ആ എറണാകുളത്ത് നിന്ന് പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട്
രണ്ടാമത് ഇവർ ഉടമ്പടി പുതുക്കിയിട്ട് പോകുന്ന ഒരു കാഴ്ച ഉണ്ട്. ഉടമ്പടി പുതുക്കിയിട്ട് പോകുമ്പോൾ അവർ പറയുകയാണ്, ഞാൻ ഇനി എൻ്റെ ഉടമ്പടി കറക്റ്റ് ചെയ്യും. എന്നിട്ട് എൻ്റെ നാട്ടിൽ കൂടി തമിഴ്നാട്ടിലേക്ക് ഒരു വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്ന് തമിഴ് പത്രമോ ഹിന്ദി പത്രമൊക്കെ വാങ്ങിച്ച്, എന്നിട്ട് എനിക്ക് ആ തമിഴ് വണ്ടിയിൽ എനിക്കറിയാവുന്നൊരു കണ്ടക്ടറുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ റെഡിയാക്കി പത്രം പിടിച്ച് ഞാൻ ഈ ബസ് സ്റ്റോപ്പിൽ പോകും. കുറേ ഉണ്ട്, 2-3 കിലോമീറ്റർ ഉണ്ട് ആ തമിഴ് വണ്ടി പോകുന്ന ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ വേണ്ടി. അവരോടെ പോയിച്ചും വണ്ടി വരുമ്പോൾ കണ്ടക്ടറോട് പറയും, നിങ്ങൾ ഈ വണ്ടി എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കും. അപ്പോൾ ഇത് തേനിയിലോട്ടാണ്. അപ്പം ഇത് തമിഴ് പത്രമാണ്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഈ ദൈവവേല ചെയ്യണം, ഇത് നിങ്ങളവിടെ വിതരണം ചെയ്യണമെന്ന് പറയും. പരിചയം ഉണ്ടായിരുന്നത് കൊണ്ടും അതുകൊണ്ട് ആ ചേട്ടൻ പോയി തമിഴ് പത്രം മേടിച്ച് തേനി കൊണ്ടുപോയി വിതരണം ചെയ്യും. എന്നിട്ട് ഇവിടെ കയ്യിരിക്കണ പൊതിച്ചോറ് കൊണ്ടുവന്ന് ആ സ്ഥലത്തുള്ള ഇടുക്കിയിലുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ പോയിട്ട് അവിടെ ഇരിക്കണ ഇരിപ്പ് രോഗികളെ ബൈസ്റ്റാൻഡേഴ്സിനെ കണ്ടിട്ട് ഇവർ ഭക്ഷണമൊക്കെ കൊടുക്കും. ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, മനുഷ്യന്മാർ, നിങ്ങൾക്കറിയോ ഇന്നത്തെ കാലത്ത് ഈ ഉടമ്പടിയുടെ പേരിൽ ഒരു ദിവസം തന്നെ ഒരു 10 ലക്ഷം രൂപയെങ്കിലും മനുഷ്യന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് വസ്ത്രങ്ങൾ ആൾക്കാരെ കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു MP ഇവിടെ വന്നപ്പോഴേ എന്നോട് പറഞ്ഞു, അച്ഛനൊരു ആശുപത്രി തുടങ്ങണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ എന്നോട് പറഞ്ഞേക്കുന്നത്, KPO ഞാൻ വിളിച്ചപ്പോൾ ആശുപത്രി തുടങ്ങിയില്ല, അച്ഛൻ തുടങ്ങാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ക്രിസ്ത്യൻ അല്ലാഞ്ഞ കാരണം ഞാൻ പറഞ്ഞു, സാറേ ഇത് രണ്ട് മിഷനാണ്. ഞാൻ ചെയ്യണത്, ഞാനിവിടെ ഒരു ആശുപത്രി തുടങ്ങിയിട്ട് ആൾക്കാർക്ക് മരുന്ന് പകുതി വിലക്ക് കൊടുക്കുന്ന പരിപാടിയല്ല ഇത്. ജനങ്ങളെ തന്നെ കൊടുക്കാൻ വേണ്ടി എക്വിപ്പാക്കുകയാണ്. അവളുടെ കൈവശം എത്ര അപ്പമുണ്ടോ എന്ന് ഈശോ ചോദിച്ചില്ലേ, അത് കൊണ്ടുവരാൻ പറഞ്ഞില്ലേ. അപ്പം ജനങ്ങളുടെ കൈവശമുള്ളത് എന്താണ്? വിശ്വാസമോ അപ്പമോ വസ്ത്രമോ പണമോ ഭക്ഷണമോ എന്താണ്? അതുകൊണ്ട് അവരെ കൊണ്ട് തന്നെ ഞാൻ കൊടുപ്പിക്കുക. ശരിക്കും പറയണേ, ബൈബിളിൻ്റെ ഒരു കാഴ്ചപ്പാട് ആ രീതിയിലാണ്. അല്ല എവിടെയെങ്കിലും ഒരു സെൻട്രലൈസ് ചെയ്തിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ട് അവസാനം ആശുപത്രി കച്ചവടമാണ്, വിദ്യാഭ്യാസം കച്ചവടമാണെന്നുള്ള ചീത്തപ്പേരാണ് നമ്മൾ ഇത്തരങ്ങൾ കഷ്ടപ്പെട്ട് നമുക്ക് ഉണ്ടായത്. കഷ്ടപ്പെടാനുള്ള എല്ലാം കൃത്യ ആവശ്യമുള്ള അഭിഷിക്തന്മാരും സന്യസ്തരുമൊക്കെ ശരിക്കും ജീവിതം ഒഴിഞ്ഞു വെച്ച് ഈ ആശുപത്രികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ടാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. പക്ഷേ പേരെന്താ? കച്ചവടമാണെന്ന പേര്. പക്ഷേ എനിക്കതറിയാവുന്നതുകൊണ്ട് ഞാൻ പണ്ട് പോലെ സുവിശേഷ കൈമാറ്റത്തിന് ഈ വേറെ ഒരു നിലവാരം തരാൻ വേണ്ടി എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ഉടമ്പടി തരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അമ്മ തരുമ്പോൾ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതിയാണ്. പ്രത്യക്ഷ പ്രാർത്ഥനയിലൂടെ നമുക്ക് തന്ന കൃപാവര പദ്ധതിയായിട്ടാണ് ഇപ്പോഴേ ഈ ജനങ്ങളെ അവരുടെ കൃപയിൽ നിന്നും അവരുടെ വിശ്വാസത്തിൽ നിന്നും അവരുടെ സമൃദ്ധിയിൽ നിന്നും അവർ ദാനം ചെയ്യുമ്പോൾ സുവിശേഷത്തിൻ്റെ ആളായ്മയായിട്ട് ജനങ്ങൾ തന്നെ കൺവേർട്ട് ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ ലോകം മുഴുവൻ വ്യാപിച്ച് പുളിമാവ് പോലെ പരക്കുന്ന സുവിശേഷ പ്രയോഗ പ്രവർത്തന മുന്നേറ്റത്തിലെ എന്നെയും കരുവാക്കിയതിലെ എന്നെയും ഉപകരണമാക്കിയതിലെ ഞാൻ എനിക്ക് നന്ദി പറയുന്നു. എന്നെ ഈ കൃപയിലെ അങ്ങ് നിലനിർത്തണമേ. കൃപമതിയേ അളവില്ലാത്തതിൽ എൻ്റെ പേര് നിമ മാർട്ടിൻ. ഞാൻ അങ്കമാലി ജോസ്പുരം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ആദ്യമായി ഞാൻ പരിശുദ്ധ അമ്മയോടും ഈശോയോടും ക്ഷമ ചോദിക്കുന്നു. കാരണം ഞങ്ങൾക്ക് ലഭിച്ച സാക്ഷ്യങ്ങൾ സാക്ഷ്യപ്പെടുത്താനായിട്ട് വൈകി. അതുകൊണ്ട് ഞാൻ 1000 ക്ഷമ ചോദിക്കുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് 2019 സെപ്റ്റംബർ 21-ാം തീയതിയാണ്. വരുവാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട് പണി മുഖേന ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തികമായ ബാധ്യതകളെല്ലാം ഉണ്ടായി. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി കുറച്ച് സ്ഥലം വിറ്റ് പോകുന്നതിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഫെയർ വാല്യൂ ഒരു 8 മടങ്ങ് അതിന് ചുറ്റുമുള്ള പ്രദേശത്തേക്കാളും വർദ്ധിച്ചിരുന്നതിനാൽ ആളുകൾ അത് വാങ്ങാൻ വന്ന സ്ഥലം ഇഷ്ടപ്പെട്ടാലും അതിൻ്റെ ഫെയർ വാല്യൂ കൂടുതലായതിനാൽ രജിസ്ട്രേഷൻ ഫീസ് കൂടുന്നതിനാൽ ആരും തന്നെ വാങ്ങുവാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ സാമ്പത്തികമായി ഏറെ ഞെരുക്കം അനുഭവപ്പെട്ടൊരു സമയത്താണ് അടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞത് മുഖേന ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. അന്ന് ദിവസം തന്നെ ഉടമ്പടി എടുക്കാനായിട്ട് പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിച്ചു.
അതുപോലെ തന്നെ ഇതിനിടയിൽ ഒരു 5 സെൻറ്റ് സ്ഥലം, അതായത് 6 മാസത്തിനുള്ളിൽ അതിൻ്റെ പേപ്പർ വർക്കുകൾ ഇതിന് മുന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഫയലുകൾ നീങ്ങുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഒരു 6 മാസം കാലയളവിൽ പേപ്പർ വർക്കുകൾ ശരിയാക്കി എല്ലാം കൊടുക്കാമെന്നുള്ള ധാരണയിൽ ഭർത്താവിൻ്റെ ഒരു സുഹൃത്ത് ഈ സ്ഥലം ഇഷ്ടപ്പെടുകയും 5 സെൻറ്റ് സ്ഥലം അഡ്വാൻസ് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ പറഞ്ഞ 6 മാസത്തിനുള്ളിലും ഞങ്ങൾക്കത് തീർത്ത് പേപ്പർ വർക്കുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ സാധിച്ചില്ല. എന്നാൽ അവർ നല്ലൊരു വ്യക്തികളായിരുന്നതിനാൽ ഞങ്ങൾക്ക് ഒരു 6 മാസം സമയം കൂടി കാലാവധി തന്നു. അത് 2019 ഒക്ടോബർ 9 തീരുമായിരുന്നു. ആ ഒരു എൻ്റെ സമയത്താണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കൃപാസനത്തിലോട്ട് കടന്നു വരുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിച്ചത്. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം ആ ഉടമ്പടി കാശുരൂപവുമായിട്ട് ഞങ്ങൾ കളക്ട്രേറ്റിൽ പോയി, ഞാനും ഹസ്ബൻഡും ഇളയ കുഞ്ഞും. ആ സമയത്ത് എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരുന്നത് കളക്ട്രേറ്റിലായിരുന്നു. എന്നാലും മരട് ഫ്ലാറ്റിൻ്റെയും എല്ലാ തിരക്കുകളെല്ലാം കാരണം പേപ്പർ വർക്കുകളൊന്നും അവിടെ നിന്ന് നീങ്ങുന്നുണ്ടായിരുന്നില്ല. പക്ഷേ പരിശുദ്ധ അമ്മയുടെ അതിപരിശുദ്ധമായ അനുഗ്രഹത്താൽ, ശക്തിയാൽ ഞങ്ങൾ അന്ന് സെപ്റ്റംബർ 28 കളക്ട്രേറ്റിൽ പോയി. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് കളക്ടർ പത്മകുമാർ സാറിനെ കാണുവാനായിട്ട് സാധിച്ചു. ഞങ്ങൾ ചെന്ന സമയത്ത് സാർ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ഉടമ്പടി കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും 7 പ്രാവശ്യം ചൊല്ലി അവിടെ വെയിറ്റ് ചെയ്തിരുന്നു സാറിനെ. സാറ് കുറച്ച് സമയങ്ങൾക്കകം വന്നു, ഹസ്ബൻഡിനെ വിളിച്ചു സംസാരിച്ചു. വന്ന പടെ സാറ് പറഞ്ഞു അദാലത്ത് നടക്കുന്നുണ്ട് ഒക്ടോബർ 16 അന്ന് കാണാമെന്ന് പറഞ്ഞു. ഇതിനു മുന്നും പല അദാലത്തുകൾ നടന്നിട്ടും ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ അദാലത്തുകളിൽ നമുക്ക് സത്യം പറഞ്ഞാൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ 9 ഒക്ടോബർ 9 അവരോട് പറഞ്ഞ ഡേറ്റ് തീരുകയും ചെയ്യും. അതിനു മുന്നേ ആധാരം നടക്കണം. ഇങ്ങനെയുള്ള സമയത്താണ് സാറിനോട് എൻ്റെ കയ്യിലായിരുന്നു കാശുരൂപം. ഞാൻ കാശുരൂപവുമായിട്ട് സാറിൻ്റെ റൂമിൽ കയറിയിട്ട് സാറ് ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. വളരെ അത്ഭുതമെന്ന് പറയട്ടെ, ഒരു മറുത്തൊരു വാക്ക് പോലും പറയാതെ സാറ് നിങ്ങൾക്ക് എന്നാണ് ഹിയറിങ്ങിന് വരാൻ പറ്റുക എന്ന് മാത്രമാണ് ഞങ്ങളോട് ചോദിച്ചത്. ഞങ്ങൾ ഫ്രൈഡേ ആണ് അവിടെ ചെന്നത്. നെക്സ്റ്റ് മൺഡേ സാറ് ഹിയറിങ്ങിന് വിളിപ്പിച്ചു. ലീഗൽ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് നമുക്ക് അവർ പേപ്പേഴ്സ് എല്ലാം പോസ്റ്റിൽ വിട്ട് നമ്മൾ അത് സ്വീകരിച്ച് സൈൻ ചെയ്തതിന് ശേഷമാണ് അങ്ങനത്തെ പേപ്പർ വർക്കുകൾ ചെയ്യാറ്. എന്നാൽ വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങളെ നേരിട്ട് വിളിപ്പിച്ച് എല്ലാ കാര്യങ്ങളും പേപ്പേഴ്സ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് സൈൻ ചെയ്ത് മേടിച്ച് സാറ് ആ മൺഡേ തന്നെ ആ പേപ്പറിൽ സൈൻ ചെയ്തു. അതുപോലെ ഞങ്ങളോട് 4 ദിവസം കഴിഞ്ഞ് വരണം, കാരണം കളക്ടറുടെ കയ്യിൽ നിന്ന് നേരിട്ട് സൈൻ മേടിക്കാനുള്ള സമയം, കാരണം മരട് ഫ്ലാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് സാറ് വളരെ തിരക്കിലാണ്. അതിനാൽ രാത്രിയൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഞാൻ തന്നെ നിങ്ങളുടെ പേപ്പേഴ്സ് സൈൻ ചെയ്ത് വെച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ 4 ഒക്ടോബർ 4 സാറ് ഞങ്ങളുടെ പേപ്പറുകളെല്ലാം സൈൻ ചെയ്ത് വെച്ചു. എല്ലാ പേപ്പേഴ്സും ക്ലിയറായി പറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ആധാരം ചെയ്ത് എല്ലാം കൊടുക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ എടുത്തു പറയത്തക്ക ഒരു കാര്യം കൂടിയുണ്ട്. സാറ് പത്മകുമാർ സാർ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ പേപ്പേഴ്സ് എടുത്ത് ചെയ്യാനായിട്ട് ഇത്തിരി ലേറ്റ് ആകുമെന്നാണ് പറഞ്ഞുള്ളത്. എന്നാൽ ഞങ്ങളൊരു വചനത്തിൽ വിശ്വസിച്ചു. കല്ലായുള്ള ഹൃദയങ്ങളെ നീക്കി മാംസളമായുള്ള ഹൃദയം കൊടുക്കുവാൻ കഴിയുന്നൊരു ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം അതുകൊണ്ട് ഞങ്ങൾക്ക് അതെല്ലാം ക്ലിയറാക്കി തന്നു. സാമ്പത്തികമായ ബാധ്യതകളെല്ലാം മാറിക്കിട്ടി. അതുപോലെ എൻ്റെ ഹസ്ബൻഡ് ഒരു വർക്ക് പെർമിറ്റിന് വേണ്ടിയിട്ട് കഴിഞ്ഞ മാർച്ച് ഇൻ്റർവ്യൂ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുമായിരുന്നു അയർലൻഡിൽ. അപ്പോൾ വർക്ക് പെർമിറ്റ് വരാനായിട്ട് ഒത്തിരി താമസം ഈ ദിവസങ്ങളിൽ എടുക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് റിജക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും പറഞ്ഞു ഒരു 2 പ്രാവശ്യമെങ്കിലും മിക്കവാറും ചിലപ്പോൾ റിജക്ഷൻ വരും, ഇത്രയും ലേറ്റുമായി എന്ന് പറഞ്ഞു. എന്നാൽ ഇന്നലത്തെ ഓൺലൈൻ ധ്യാനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു നമ്മൾ എളിമപ്പെട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളത് വചനത്തിൽ വിശ്വസിച്ചു, അത് ഏറ്റെടുത്തു. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലോട്ട് ഒന്നുകൂടി തിരിഞ്ഞ് നോക്കി ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച്, വന്നു പോയിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് അനുദപിച്ചു, പ്രാർത്ഥിച്ചു. വളരെ അത്ഭുതകരമായി ഇന്നലെ വൈകുന്നേരം വർക്ക് പെർമിറ്റ് ആദ്യത്തെ പ്രാവശ്യം തന്നെ ഒരു റിജക്ഷനും കൂടാതെ വന്നു. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇത് കിട്ടിയതെന്നുള്ള രീതിയിൽ. അപ്പം മാതാവ് ഞങ്ങൾക്ക് അതും സാധിച്ചു തന്നു. അതുപോലെ ഞങ്ങളുടെ പാടത്തേക്ക് ഒരു വഴിക്ക് വേണ്ടിയിട്ട് അനവധി നാളുകളായി ഞങ്ങൾ അത് ശ്രമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതും അത്ഭുതകരമായി 6.5 സെൻറ്റ് സ്ഥലം വഴിയോടുകൂടി ഞങ്ങൾക്കത് സാധിച്ചു തന്നു. ഇപ്പോഴതിൻ്റെ വഴി വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതുപോലെ ഉടമ്പടി തൈലവും കാശുരൂപവും ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മക്കൾക്കും ഒരുപാട് സൗഖ്യം ലഭിച്ചു. കഫക്കെട്ട്, ചുമ, ഒരു കണ്ടിന്യൂസ് ഒരു ടൈമിൽ ഹോസ്പിറ്റലിൽ നിന്ന് മാറാൻ സമയം ഉണ്ടായിരുന്നില്ല. ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടുത്ത ആളെ കൊണ്ടുപോകേണ്ട അവസ്ഥയായിരുന്നു. എന്നാൽ അതെല്ലാം മാതാവ് ഞങ്ങൾക്ക് മാറ്റി തന്നു. ഇപ്പോൾ സൗഖ്യവും സന്തോഷമായിട്ട് പോകുന്നു. അതുപോലെ ഒരു കാര്യം കൂടി, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭവനവുമായിട്ട് ഞങ്ങൾ കുറച്ച് തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരു 3 വർഷക്കാലം മിണ്ടാതിരുന്നു. എന്നാൽ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയി 1 മാസത്തിനകം അവരോട് പോയി ക്ഷമ പറയുവാനും അവരുമായിട്ട് രമ്യതപ്പെടുവാനും ഞങ്ങൾക്ക് സാധിച്ചു.
അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്നലെ വിജയകുമാർ സാറിന് കൃപാസനത്തിൽ എഴുതിയിട്ടുള്ള പേപ്പർ വായിക്കുവാൻ, കൃപാസനം പത്രം വായിക്കാനായിട്ട് ഇടയായി. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു അനുഗ്രഹവും ഉണ്ടാകുമെന്ന്, ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ പലപ്പോഴെങ്കിലും മാനസികമായി ചിന്തിച്ചു പോയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഒരു പ്രയാസം തീരുമ്പോൾ അടുത്ത പ്രയാസമെന്ന്. പക്ഷേ അതിനുള്ള ഉത്തരം, നമ്മൾക്ക് എന്തെല്ലാം സഹനങ്ങൾ തന്നാലും താങ്ങുവാനായിട്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും ദൈവം സഹനങ്ങൾ തരുമ്പോൾ നിരാശപ്പെട്ടു പോകാതെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ദൈവം തരുന്ന ഏറ്റവും മാധുര്യമേറിയ അനുഗ്രഹത്തിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരോടും ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ടാകും. അതുപോലെ തന്നെ ഞങ്ങളും എല്ലാവരുടെയും പ്രാർത്ഥനകൾ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു.